ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ശ്രുതി ചൂടുവെള്ളം മേടിക്കാൻ പോയപ്പോൾ രേവതിയായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, അവർക്ക് വേറെ ഒന്നും ഓർമ്മ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ രേവതി ചോദിക്കേണ്ടത് അതെന്താ വേറെ ഒന്ന് കാര്യം ചോദിക്കേണ്ടത്, ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം എസ്കേപ്പായിട്ട് പോരുന്നുണ്ട്. അപ്പം മുകളിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിലും മൊബൈലിൽ ഏതോ ബ്യൂട്ടി പാർലറൊക്കെ നോക്കി നിൽക്കണം. അതിൻ്റെ പരസ്യമൊക്കെ കാനഡയിലുള്ളത് കേട്ടോ. അപ്പോൾ പറയും കൂടെ കൊണ്ടുപോകാമല്ലോ, ശ്രുതിനെയും കൂടെ കൊണ്ടുപോയിട്ട് അവിടെ ജോലി നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി നിൽക്കണത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് പറയുന്നത് കണ്ടോ, കാനഡയിൽ നല്ല ബ്യൂട്ടി പാർലറാണ്, അപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നാൽ നിനക്ക് അവിടെ ജോലി നോക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ ചൂടുവെള്ളം ശ്രുതിയുടെ കൈമിലേക്ക് ഇങ്ങനെ പൊള്ളിച്ചു കേട്ടോ. അപ്പോൾ അയ്യോ ചൂട്, നമ്മുടെ ഇപ്പോൾ നല്ല തണുപ്പായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചൂട് കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, കാനഡ കാര്യം പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, എങ്ങനെ വേണ്ടാന്ന് നിൽക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്രാഞ്ചൈസിയിൽ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുക, പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ട്, നീ അച്ഛനോട് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, അല്ല നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയതല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വീണ്ടും ഒന്നും കൂടി പൊള്ളിച്ചു. ശ്രുതിയോടല്ലേ പറഞ്ഞേ കാനഡ കാര്യം പറയരുതെന്ന്, മിണ്ടാണ്ട് അവിടെ ചെന്നിരിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പുറത്തിട്ട് പോയിരിക്കുന്നുണ്ട്, ചൂടുവെള്ളം പൊള്ളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എൻ്റെ ജോലിയില്ല, കൂലിയില്ല, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഈ അച്ഛൻ നടക്കാൻ പോയിട്ട് സച്ചി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നടക്കാൻ പോയി എന്നെ എന്തിനാണ് നീ വണ്ടിയിൽ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ അധികം നേരം നടന്നാലേ കാല് വേദനിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചി, ഈ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയും. നോക്കിയപ്പോൾ ശ്രുതി താഴ്ത്തിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അവിടെ സോഫയിൽ. അപ്പോൾ നിൻ്റെ ആൻറ്റി എവിടെ മോളെ? ആൻറ്റി ഇപ്പോഴും വിഷമത്തിലേ, ഞാനത് ആരോടും മിണ്ടണമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നത്, അതെന്നെ ഇവിടെ ഒരു ശാന്തത, ഞാൻ പോയിട്ട് എന്തെങ്കിലും പറയട്ടെ വെച്ചാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കട്ടെ, അപ്പോൾ ഒരു ഒച്ചേനക്കൊക്കെ ആവും എന്ന് പറയണ്ടേട്ടാ, നീ മിണ്ടായിരിക്കടാ എന്ന് പറയണ്ട. അപ്പോഴേക്കും ഒരു പാഴ്സൽ കൊണ്ടിട്ട് ഒരാൾ വന്നു. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ ഒരു പാഴ്സലുണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അച്ഛൻ അതൊന്നും ഓർമ്മയില്ലാത്ത വിധത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, ശ്രീകാന്തിനെ വിളിക്കടാ, പാഴ്സലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തേ നിനക്ക് പാഴ്സലുണ്ട് എന്ന് പറയുന്നുണ്ട് അച്ഛൻ ഉറക്കെ. അപ്പോൾ ശ്രീകാന്തേന്ന് വിളിച്ച് കേട്ടപ്പോഴേക്കും ചന്ദ്രമ്മ ഓടി മർത്തി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുക. അച്ഛൻ ഇതൊന്നും ഓർമ്മയില്ലാത്ത പോലെയാണ് കേട്ടോ അച്ഛൻ്റെ പെരുമാറ്റം. അപ്പോൾ എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, മോളെ ശ്രീകാന്തിനെ വിളിക്കേ, അവൻ്റെ ഒരു പാഴ്സലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി എല്ലാവരും കൂടെ നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇനി ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അച്ഛനെ ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമ്മ പറയുന്നുണ്ടോ, ഞാൻ വിചാരിച്ചു ശ്രീകാന്തിന്ന് വിളിക്കാനായിട്ട് ഇപ്പം എൻ്റെ മോൻ വന്നു എന്ന്, അവന് വരില്ലല്ലേ വേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വിഷമത്തില്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊന്നും പറയണില്ല. അപ്പോൾ നമ്മുടെ പാഴ്സലുകാരൻ പറയേണ്ട, ആരെങ്കിലും ഇതൊന്ന് മേടിക്കുമോ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ സച്ചി പോയിട്ട് പറയേണ്ടത്, ശ്രീകാന്ത് ഇവിടെ ഇല്ല, ഞാൻ അവൻ്റെ ഏട്ടനാണ്, എനിക്ക് മേടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറഞ്ഞിട്ട് അയാൾ പാഴ്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി കൊടുത്തിട്ട് അത് രേവതിയിൽ കൊടുക്കും കേട്ടോ. ഇതെടുത്ത് വയ്ക്കുക, ശ്രീകാന്ത് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രമ്മ അത് തട്ടിപ്പറിച്ച് മേടിക്കും, എൻ്റെ മോന് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അതിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നമ്മുടെ ശ്രുതി ഈ തന്നെ താപ്പെന്ന് വെച്ചിട്ട്, ആൻറ്റിക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ, അങ്കിളിനും ഭയങ്കര വിഷമം എനിക്കറിയാം, എനിക്ക് തോന്നണില്ല ഇനിയിപ്പോൾ ശ്രീകാന്ത് വരുന്നു, വർഷയുടെ അച്ഛനെ അത്ര അപമാനിച്ചതല്ലേ, ഇനി ചിലപ്പോൾ സച്ചി എന്ന് അവിടെ മാപ്പൊക്കെ പറഞ്ഞാൽ. അപ്പോൾ സച്ചിക്ക് അങ്ങോട്ട് ഇളകിയത് വെച്ചോ, ഞാൻ എന്തിനാ അയാളോട് മാപ്പ് പറയണം, അയാൾ ഇവിടെ അന്ന് രേവതിയോടെ മാപ്പ് പറയേണ്ടത് എന്ന് പറയും. അപ്പോൾ ചന്ദ്രമ്മ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത്ര വലിയ മനുഷ്യൻ വന്നിട്ട് എൻ്റെ പരോട് മാപ്പ് പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണേ, അവൻ വരുമ്പോൾ വരട്ടെ, എന്തായാലും വരും, വരാതിരിക്കില്ല, എവിടെ പോകാനാ, 3 മക്കൾക്കും മരുമക്കൾക്കും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആർക്കോ പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ആരോ കണ്ണ് വെച്ചതാ. അത് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇത് ആരും കണ്ണ് വെച്ചതല്ല, സച്ചി കൈ വെച്ചതാ പ്രശ്നം. അപ്പോഴും ചന്ദ്രൻ വരുന്ന കരയണുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട്, ചന്ദ്രൻ നീ വിഷമിക്കേണ്ടാവും, വരും, വരാതെ എവിടെ പോകാനാന്ന്. പക്ഷേ വിഷമത്തിൽ തന്നെയാണ് അച്ഛനും സംസാരിക്കുന്നത്. ചന്ദ്രമ്മ പാഴ്സൽ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി സച്ചിക്ക് ഗ്ലാസ് പാല് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇത് കുടിക്കുകയെന്ന് പറയുന്നത്, ഇതെന്തത് പാല്, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, നീയാകെ മാറി, എന്നെ മാറ്റിയെടുക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാറ്റിയെടുക്കല്ലോ, ഞാൻ മാറ്റിയെടുത്തില്ലേ, നോക്കല്ലോ എന്ന് പറയുന്നുണ്ട്. മുഴുവനായിട്ടില്ല, അതിനിപ്പോൾ ആരെക്കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചോദിക്കേണ്ട അച്ഛനെവിടെ ഭക്ഷണം കഴിച്ചു ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു, പക്ഷെ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, മനസ്സ് വിഷമിക്കുമ്പോൾ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല സച്ചേട്ടാ. ശ്രീകാന്തിനെ ഓർത്തിട്ട് അച്ഛനെ നല്ല വിഷമമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുക നമ്മളെ ഫംഗ്ഷന് പോകേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് രേവതി. ഇത് കേട്ടപ്പോൾ സച്ചി കൈ അങ്ങോട്ട് ഓങ്ങി അടിക്കാനായിട്ട് ഒറ്റ പിഴ വെച്ചാന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ അങ്ങോട്ട് മാറി, ഞാനതല്ലേ നിന്നോട് പറഞ്ഞത്, നീയല്ലേ നിർബന്ധിച്ച് കൊണ്ടുപോയത്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി. അപ്പോൾ സച്ചി പറയാം, എന്നാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വെറുതെ ഇരുന്നാൽ അവരെന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. നീ കേട്ടില്ലല്ലോ, ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കുറേ പേപ്പറിൽ ഒപ്പിടിക്കുന്ന പോലെ എന്നെ കൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതല്ലേ നീ. അതിനതൊക്കെ സച്ചിയേട്ടൻ അംഗീകരിച്ചതല്ലേ. എന്നിട്ടോ അത്രയും സമയം സച്ചിയേട്ടൻ ഒരു കുഴപ്പമുണ്ടാക്കിയിരുന്നില്ലോ. അവസാനമായപ്പോഴെല്ലാം കൈവിട്ടത്. ഞാനാണ് കുഴപ്പമുണ്ടാക്കി? അല്ല, അവർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയേ. ഓർക്കാൻ കൂടി വയ്യ എന്ന് പറയണ്ടിട്ട് രേവതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ബലൂണിനെ ഒരു പരിധി വരെ കാറ്റടിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കാറ്റടിച്ചാലേ അത് പൊട്ടിപ്പോവും. മനുഷ്യൻ്റെ കാര്യം അങ്ങനത്തെ തന്നെയാണ്. ദേഷ്യം നിയന്ത്രിക്കാനൊക്കെ പരിധിയുണ്ട്. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞേ? മോഷ്ടാക്കളുടെ കുടുംബമാണ് നിൻ്റേത്, നീ കള്ളിയാണ്, നിന്നെ കള്ളിയെന്ന് വിളിച്ചു, പിന്നെ നീ കട്ടുകൊണ്ടുവരുന്ന കാശ് കൊണ്ടാണ് ഞാൻ കുടിക്കണേന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടാൽ പിന്നെ ചുമ്മാതിരിക്കാൻ പറ്റുമോ? കാർ ഓടിക്കുമ്പോഴേ റോഡ് കൂടെ പട്ടികളും മറ്റതൊക്കെ വരും, ജീവികളൊക്കെ. അപ്പോൾ ഹോൺ അടിച്ച് അവറ്റോളം മാറിക്കോളും. ഇല്ലെങ്കിൽ ഒന്ന് കാറിന് മുകളിൽ തട്ടിപ്പോന്ന് പറഞ്ഞാൽ പോവും. ഇയാളുടെ കാര്യം അങ്ങനെയല്ല. എന്ത് പറഞ്ഞിട്ട് അയാളോടൊരു കാര്യമില്ല. അടി കിട്ടിയാലേ പഠിക്കൂ. അടി കിട്ടിയപ്പോഴാണ് അങ്ങനെ വായടച്ചത്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തും വർഷയും അവരുടെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ കരുതിയേയില്ല. ഇപ്പം എല്ലാവരും വിഷമത്തിലായി. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോൾ സജി പറയുന്നുണ്ട്, ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ടേ ആ മധുസൂദനെ 2 അടി കൂടി കൊടുത്തിട്ട് വർഷേനെയും ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവന്നാലോ. അപ്പോൾ രേവതി, ആ നല്ല കാര്യം. ഒരു അടി അടിച്ചതിൻ്റെ പേരിലാണ് വർഷയും ശ്രീകാന്തും പണങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയത്. ഇനി ഒരു ഇനി അടിക്കാൻ തന്നെയാണോ? സച്ചിയേട്ടൻ എന്താ ആൾക്കാരെ തല്ലിയിട്ട് മതിയാവണില്ലേ? എല്ലാവരും കൂടി ഇവിടെ വേണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം. മക്കളും മരുമക്കളും എപ്പോഴും കൂടെ വേണമെന്ന് അച്ഛൻ പറയാറില്ലേ? അവർ 2 പേരും ഇപ്പോൾ ഇവിടെ ഇല്ല. വിഷമം കാണില്ലേ അച്ഛന്? ശ്രീകാന്തും വർഷയും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ അവനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതല്ലേ, വരില്ല എന്നല്ലേ അവൻ പറയണേ. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. അവനങ്ങനെ പറഞ്ഞു എന്ന് കരുതി വിടരുതല്ലോ. അവരെ 2 പേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനേ നമ്മൾ മുൻകൈ എടുക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേ എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ സച്ചി പറയും, എനിക്കറിയില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ വർഷയുടെ വീട്ടിലാണ്. ഈ വർഷ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരെയോ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ടെൻഷൻ അടിക്കണ്ട, ഞാൻ 20 മിനിറ്റുള്ള അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അമ്മയെന്ന് വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ നീ ഇതെവിടെ പോകുന്നു? സ്റ്റുഡിയോ പോകുന്നു. നീ എന്തിനാ സ്റ്റുഡിയോ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, ഡാൻസ് കളിക്കാൻ. അപ്പം മഹിമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സ്റ്റുഡിയോ പോകുന്നത് ജോലി ചെയ്യാനെന്ന് അറിയില്ല അമ്മേ. നീ എന്തിനാ ആ ജോലി ചെയ്യുന്നത്? നിനക്ക് ആ ജോലി വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ ചോദിക്കേണ്ടത് മഹിമ. അപ്പോൾ എനിക്ക് ആ ജോലി വേണോ വേണ്ടേ തീരുമാനിക്കും നിങ്ങളാണോ? കുറച്ച് നാളത്തേക്കെങ്കിലും ആ ജോലിക്ക് പോകാതിരിക്കും. നീ വീട്ടിലിരുന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ എവിടെയും പോകണ്ട എന്ന് പറയേണ്ടിട്ട്. അപ്പോൾ വർഷം ചോദിക്കേണ്ടി, ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ഞാൻ ജോലിക്ക് പോകും എന്ന് പറയണ്ട. ജോലിക്ക് പോയില്ലെങ്കിൽ ഇപ്പം എന്താ ചോദിക്കേണ്ടത് മഹിമ. ഞാൻ പോയില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടും, എൻ്റെ സ്ഥാനത്ത് വേറെ ആളെടുക്കും. നീ ജോലി പോകണമെങ്കിൽ പോട്ടെ, നിനക്കിപ്പോൾ എന്തിനാ ജോലി? അപ്പോൾ അച്ഛൻ പറയേണ്ട, മോളെ നീ റെസ്റ്റ് എടുക്കുക, നിൻ്റെ മനസ്സിപ്പോൾ ശരിയല്ല. അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിനൊരു കുഴപ്പമില്ല. അപ്പം മഹിമ പറയുന്നത്, ഞാൻ പറയണത് കേൾക്ക്, നിൻ്റെ അച്ഛനെ അവൻ അടിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് അച്ഛനാ റെസ്റ്റ് എടുക്കണ്ടേ? അച്ഛന് വല്ല ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ നീ ജോലി ചെയ്തിട്ട് വേണം ഇവിടുത്തെ ചിലവ് നടക്കാൻ. അപ്പോൾ പക്ഷേ ഞാൻ കാശിന് വേണ്ടിയല്ല അച്ഛൻ ജോലി ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമായി, ലവ് മൈ ജോബ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മഹിമ പൂച്ചിക്കണം, ഓ വലിയ ഫ്ലൈറ്റ് ഓടിക്കുന്ന ജോലിയല്ലേ ഇപ്പോൾ നീ ചെയ്യണത്? ഫ്ലൈറ്റ് ഒന്നും ഓടിക്കണ്ട, ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് വലുത് എന്ന് പറയുന്നുണ്ട് വർഷ. അപ്പോൾ ആ ജോലി പോയിട്ടാൽ നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം ശ്രീകാന്ത് അവൻ ചെയ്യുന്ന ജോലി കിട്ടോ? അമ്മേനെ കല്യാണം കഴിച്ചപ്പോൾ അച്ഛൻ ആ ജോലി കിട്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ജോലി ഇടുന്നത്? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്, നിനക്ക് വേണമെങ്കിൽ വലിയ കമ്പനിയിൽ ജോലി മേടിച്ച് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, വേണ്ട അച്ഛ, അതൊന്നും വേണ്ട, എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകാനെ കുറിച്ച് 2 പേരും ഒന്നും പറയണ്ട, എൻ്റെ കാര്യത്തിൽ 2 പേരും ഇടപെടണ്ട, എനിക്ക് സമയം ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ വർഷ. അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, ഇവളെന്തെങ്ങനെ, ഇവളുടെ മനസ്സ് മറിഞ്ഞ് ഇവൾ അങ്ങോട്ട് പോവുമോ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പോണതാണ് നല്ലത്, ഇപ്പോൾ ജോലിക്ക് പോകണത് നല്ലത്, വീട്ടിലടച്ചിരുന്നാലും ചിലപ്പോൾ അവിടേക്ക് പോകണമെന്ന് തോന്നുക, അതുകൊണ്ട് ജോലിക്ക് പോകണത് നല്ലത്. അപ്പോൾ മഹിമ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ചെന്നിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആളുടെ അടുത്ത് മറ്റേ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ ഞാൻ വർഷേനെ കാണാൻ വന്നതാ, ഒന്ന് വിളിക്കുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ ഡബിലാണ്, വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വർഷ ഡബയിൽ കഴിഞ്ഞപ്പോൾ സാറ് പറയുന്നുണ്ട്, വർഷ മതി, ഓക്കെ, കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാ, ശ്രീകാന്താണോ ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് നീ മുമ്പേ ഡബ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ്, എന്താ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി എന്ന് പറയും. അപ്പോൾ രേവതി എന്ന് പറയുമ്പോൾ വർഷയുടെ മുഖം അങ്ങനെ പോകും കേട്ടോ. എന്നിട്ട് വർഷ ഒരു മിനിറ്റ് ആലോചിച്ചിരുന്നതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി എന്നെ മൈൻഡ് ചെയ്യാണ്ട് ഒരു വർഷം അങ്ങോട്ട് നടക്കും കേട്ടോ. അപ്പോൾ രേവതി പിന്നാലെ ചെന്നിട്ട് വിളിക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ ചെന്നിട്ട് പിടിച്ച് നിർത്തിയിട്ട് വർഷം നിൽക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ രേവതി കരയാനായിട്ടു. അപ്പോൾ വർഷയ്ക്ക് സങ്കടമായി. വർഷം ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ കരയണേ? അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, വർഷം എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ മുഖം വീണ്ടും പോകും. എന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. അറിയാം, പക്ഷേ എത്ര നാൾ നിങ്ങനെ വീട്ടിലേക്ക് വരാതിരിക്കും? നിങ്ങൾ പോയതോടെ വീട്ടിൽ സന്തോഷം പോയി, അച്ഛനൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, സച്ചിയായിട്ട് എന്തിനു സന്തോഷിക്കണം ചോദിക്കുന്നുണ്ട് രേവതി. അദ്ദേഹം കാരണമാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരാത്തത്, അദ്ദേഹം എൻ്റെ അച്ഛനെ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വർഷയുടെ അച്ഛനെ
സച്ചിയേട്ടൻ അടിക്കണത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, പറഞ്ഞതൊന്നും നീ ശ്രീകാന്തും കേട്ടിട്ടില്ല. ചേച്ചി ചെയിൻ മോഷ്ടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു. അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാ. മോഷ്ടിച്ചില്ല എന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ചേച്ചിയുടെ ഹസ്ബൻഡ് അച്ഛനെ അടിക്കണോ? പ്രായത്തിന് ബഹുമാനം കൊടുക്കണ്ടേ അദ്ദേഹത്തിന്? ഞാൻ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുവിടാൻ സച്ചിയേട്ടൻ വർഷയുടെ അച്ഛനെ അടിച്ചിട്ടില്ല. വർഷയുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനാവുന്നത് അത്ര നോക്കിയിരുന്നു. സച്ചിയേട്ടൻ പറഞ്ഞതൊന്നും അദ്ദേഹം കേട്ടില്ല. ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ വർഷയുടെ അച്ഛൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ വർഷം അങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, ഒന്നും മിണ്ടണില്ല. അപ്പോൾ രേവതി പറയേണ്ടത് സച്ചിയേട്ടൻ്റെ അച്ഛൻ പറഞ്ഞിട്ടും വർഷയുടെ അച്ഛൻ കേട്ടില്ല. ക്ഷമയോടെ സച്ചിയേട്ടൻ ഇറങ്ങി സംസാരിക്കുകയായിരുന്നു. ഫംഗ്ഷന് വരില്ലെന്ന് ഞാൻ പറഞ്ഞതാ, ഞാനാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ. അദ്ദേഹം കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ തീരുമാനിച്ച് തന്നെ വന്നത്. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് മുഴുവൻ ആരോടും സംസാരിച്ചിരുന്നില്ല. ഓഡിറ്റോറിയത്തിന് ഏറ്റവും പുറകിലായിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. അത് പറഞ്ഞപ്പോൾ വർഷം പറഞ്ഞു, പിന്നെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാൾ. ഞാൻ പറഞ്ഞത് നേരാ. അവിടെ ഫംഗ്ഷൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ വിഷം പിടിപ്പിക്കാനായിട്ട് കുറേ പേര് ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിരുന്നു എന്ന്. വർഷയുടെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഞാൻ കള്ളി അത്രേ. മോഷ്ടിച്ച് ജീവിക്കുന്ന കുടുംബം അത്രേ എൻ്റേത്. ഇതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റുമോ വർഷേ? എന്നിട്ടും ഞാനും സച്ചിയേട്ടനെ ക്ഷമിച്ചു. നിന്നോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എന്തായിരിക്കും ചെയ്യുക? ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക്? അത് അച്ഛനറിയാതെ എന്ന് പറഞ്ഞിട്ടോ വർഷ. അറിയാതെ ഒരാളുടെ മേൽ ഇങ്ങനെയും കുറ്റം ചുമത്താമോ? ഞാൻ മോഷ്ടിച്ചു കൊണ്ടുകൊടുക്കുന്ന പൈസ കൊണ്ടാണ് സച്ചിയേട്ടൻ കുടിക്കുന്നതെന്ന് വരെ വർഷയുടെ അച്ഛൻ പറഞ്ഞു. നിനക്ക് പിച്ചെടുത്ത് ജീവിച്ചൂടെ എന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇതൊന്നും വർഷ അറിഞ്ഞിട്ടില്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ വർഷ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെമ്പനീർ പൂവ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.